ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തോട്ട്സ് ഓഫ് ലൈഫ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് വരാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇപ്പം ഉള്ളത് ആലിക്കുട്ടിയാണ്, വേറെ ആരുമല്ല, സ്പെഷ്യൽ ഗസ്റ്റാണ്. ആൾക്ക് എന്താ പറയുക, ക്യാമറയിൽ വരാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ, ചമ്മലാണ്. അപ്പോൾ ഇന്ന് ആലിക്കുട്ടിയും അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് പോണത് എവിടേക്കാണ് എവിടേക്കല്ലേ നമ്മളിന്ന് പോകുന്നത്? അപ്പോൾ നമുക്ക് വർത്തമാനം പറഞ്ഞിട്ട് സമയം കളയണ്ട, റെഡി ആവണം. റെഡി ആയിട്ട് മോന് ഫുഡൊക്കെ കൊടുത്തിട്ടാട്ടോ നമ്മൾ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ട് പുറത്ത് പോയാൽ നിങ്ങൾക്കറിയാലോ, ഭയങ്കര ബഹളമായിരിക്കും. എന്തായാലും ബഹളമായിരിക്കും, എന്നാലും ഫുഡൊക്കെ കൊടുത്ത് പോകുന്നതാണ് നല്ലത്. പിന്നെ പുറത്തെ ഫുഡൊന്നും ഇപ്പോൾ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ റെഡി ആയിട്ടുണ്ട്. ഞാനും അമ്മുക്കുട്ടിയും ആലയും പിന്നെ താഴെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയാൾക്ക് 2 പേർക്കും ഭക്ഷണം കൊടുത്തിട്ട് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ച് നമുക്ക് പുറത്തേക്ക് പോവാം കേട്ടോ. അപ്പൊ നമ്മളെങ്ങനെ പോണു? പിന്നെ ടാറ്റു പോവാ, ടാറ്റു പോടാ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ വീഡിയോ കണ്ടിട്ട് എത്ര പേര് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കി? ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഒരു ക്രിസ്മസ് ട്രീ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. സോ നമ്മൾ ലോക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അമ്മ റെഡിയാണ്, പിന്നെ നീതു ശ്രീത്ത് എല്ലാവരും റെഡിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം കുഷാക്കിലാണ്. ഈ കുഷാക്കിൻ്റെ കളറ് ശരിക്കും ഹണി ഓറഞ്ച് കളറാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഫേവറേറ്റ് കളറാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു എന്താ പറയുക, യുണീക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള കളറാണ്. അപ്പോൾ നമ്മൾ പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് കളർ ഏത് വേണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, ഏത് കളർ വേണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ റെഡും അതുപോലെ തന്നെ ഹണി ഓറഞ്ചും ദെൻ ഒരു സിൽവർ കളറ്, അങ്ങനെ വൈറ്റ്, അങ്ങനെ 3-4 കളേഴ്സ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ കളറാണ് ഇഷ്ടം. അങ്ങനെ ഫൈനലി നമ്മളൊരു യുണീക്ക് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഹണി ഓറഞ്ച് കളർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് ഒരു 2-3 ഇയേഴ്സ് ആയിട്ടോ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ചാർക്കോൾ ബേയിലാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം, ഒരു 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം ഈ കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ചില്ലർ. നമുക്ക് ഈ വീഡിയോസിലും അതുപോലെ തന്നെ ടി വിയിലൊക്കെയാണ് കുട്ടികൾ അടങ്ങിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് എൻ്റെലി ഡിഫറെൻ്റ് ആണ്. അവർ കുട്ടികളാകുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, വലുതായി കഴിഞ്ഞാൽ അവരൊരിക്കലും ഇങ്ങനെ ബിഹേവ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ ഓവർ എക്സ്പെക്റ്റേഷനൊന്നും വെക്കരുത്. അവർ നല്ലപോലെ ആയിരിക്കും, നല്ല കുട്ടികളായിട്ടിരിക്കും എന്നൊന്നും. അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും കാട്ടിക്കഴിഞ്ഞാൽ അവരെ ദേഷ്യപ്പെടാനോ വഴക്ക് പറയാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. മാക്സിമം നമ്മളൊരു കൂൾ പാരൻ്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാർക്കോൾ ബേയുടെ തൊട്ടടുത്ത് തന്നെ ചോക്കോച്ചി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ചോക്കോച്ചിയിലെ ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ എപ്പോഴും അവിടെ പോകുമ്പോൾ ഇതുപോലെ സാമ്പിൾസ് നമുക്ക് കൊടുന്നു തരും, അത് കഴിക്കാറുണ്ട്. പിന്നെ താഴെ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ചോക്ലേറ്റ്സ് വാങ്ങാറുമുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ്സ് ആണ് കേട്ടോ ഇവരുടെ ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത്. പ്രീമിയം ചോക്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഫുഡ് എത്തിയിട്ടോ.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ കുട്ടികൾക്ക് മധുരം കഴിക്കാനുള്ള ആഗ്രഹം വന്നു. അപ്പം നമ്മൾ ചോക്കോച്ചിന്ന് മാക്രോൺസ് വാങ്ങി. അപ്പോൾ എല്ലാവരും കഴിച്ചു. പിന്നെ ഇന്നത്തെ ഫുഡും ചാർക്കോൾ ബേത്തെ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ചോക്ലേറ്റ്സ് എസ്പെഷ്യലി നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ്സ് തന്നെയാണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ടാറ്റ ബൈ സീ യു.